ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരിത്തിരി സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ ചേച്ചിയോടെയാണ്. അപ്പോൾ സാധാരണ ഉച്ചയൂണ് കഴിക്കാനൊക്കെ ഉച്ചയൂണ് കഴിക്കാൻ സമയമായി. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നും ചോറൊക്കെ അല്ലേ കഴിക്കുന്നത്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന്. ചേച്ചി ഇതവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെനിക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചൂട് ബിരിയാണി നമ്മളിവിടെ അടുത്ത് ഇത്തിരി ചേച്ചി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കുറച്ച് ദൂരമുണ്ട് ബിരിയാണി. ചേച്ചി പറഞ്ഞ് എന്തായാലും വന്നേലും നമുക്ക് ഇന്നൊരു സ്പെഷ്യലായിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ, എങ്ങനെ ഉണ്ടെന്നും കൂടി പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഇത് ഇതാക്കിട്ട് അയച്ചിട്ട് കൈ കഴുകണം. കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. കാരണം നമ്മളൊരു ഇതൊക്കെ കഴിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി, ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഇടയ്ക്ക് ഇതുപോലെ അമ്മ വീട്ടിൽ വെക്കും. അടിപൊളിയായിട്ടുണ്ട്. അമ്മ വീട്ടിൽ ഇടയ്ക്ക് വയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ്. അമ്മ വയ്ക്കുന്നത് സൂപ്പറാണ്. കടയിൽ നിന്നും അങ്ങനെ വല്ലപ്പോഴും ബിരിയാണി വാങ്ങിക്കാറുണ്ട്. വീട്ടിൽ വെക്കുന്നതാണ് കൂടുതലിഷ്ടം. അതാണ് കൂടി കഴിച്ചോട്ടെ. അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാം ഉണ്ട്. നല്ലൊരു അരി, ആ മസാലയൊക്കെ നല്ല അടിപൊളിയാണ്. ആവശ്യത്തിൻ്റെ എരിവും ചൂടിപ്പോൾ എരിവൊക്കെ ഉണ്ട്. നാരങ്ങ അച്ചാറും സൂപ്പർ. പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ചിലടത്ത് ബിരിയാണിക്ക് പപ്പടം കിട്ടാറില്ല അല്ലേ? ഇങ്ങനെ ഒരു പൊതിയിലൊക്കെ കിട്ടുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. അവിടെ ആൻറ്റിമാരാണ് കുക്ക് ചെയ്യുന്നത്. ബംഗാളികളുള്ള കട പോവില്ല. ഒരു ദിവസം നമുക്ക് അവിടെ പോകണം കേട്ടോ, അല്ലേ? അവിടെ പോയി വീഡിയോ എടുത്തരാം. ഇത് വാങ്ങിച്ച സ്ഥലത്തുനിന്ന് അതിന് അത്ര ടേസ്റ്റാണ്. കഴിക്കണം, നല്ല സൂപ്പറാണ്. നമ്മളവിടെ തിരുവല്ലത്തുനിന്ന് തന്നെ 2-3 സ്ഥലങ്ങളിൽ എനിക്ക് ഈ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. വിഴിഞ്ഞ ബിരിയാണി സൂപ്പർ സ്ഥലമുള്ള ബിരിയാണി അല്ല, വേറൊരിടമുണ്ട്. പാച്ചല്ലൂർ തിരുവല്ലത്ത് എവിടെയാണ്. എൻ്റെ അമ്മ വാങ്ങിക്കും ഒരിക്കൽ. അതിൻ്റെ ഇതുപോലെയാണ്. ഒരുപാട് നല്ല ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. അതിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. നിങ്ങളെ ഉച്ചയൂണ് ഇന്ന് എന്തായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും കമൻറ്റ് ചെയ്യും എല്ലാവരും. അപ്പോൾ എൻ്റെ ഉച്ചയൂണ് ഇന്ന് നല്ല അടിപൊളിയാണ്, സൂപ്പറായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഉച്ചയൂണ് ഇന്ന് എന്താണ് കമൻറ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ. അപ്പം എന്തായാലും കമൻറ്റ് ചെയ്യും. ഞാൻ ഇത് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ഊണ്. എന്ന് പറയാൻ പറഞ്ഞാൽ
ബിരിയാണി, ചിക്കൻ ബിരിയാണിയായിരുന്നേ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു, എല്ലാവരും സമയത്തിന് ആഹാരവും കഴിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. കാരണം ഇപ്പം പകർച്ചവ്യാധികളൊക്കെ വരുന്ന ഒരു സമയമാണ്. ഒരുപാട് അസുഖങ്ങളൊക്കെ ഇപ്പം പുതുതായിട്ട് പിടിപെടുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം.